ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശങ്കർ ഭായി ചെന്ന് ഗൗരിയുടെ അച്ഛനെ കാണുവാണ് കേട്ടോ. എന്നിട്ട് പ്രൊഫസറിനോട് പറയുന്നുണ്ട്, പ്രൊഫസർ വിഷമിക്കാതിരിക്കുന്നു പറയുമ്പോഴേക്കും പ്രൊഫസർ പറയാണ്, ഞാൻ എങ്ങനെയാണ് വിഷമിക്കാതിരിക്കുന്നത്? എൻ്റെ മക്കളുടെ അവസ്ഥ എനിക്ക് അറിയാൻ പാടില്ലേ? ആദർശിൻ്റെ അവസ്ഥയോ ഇങ്ങനെ? ഗൗരിയെ കാണാതെ എൻ്റെ മോള് എന്ന് പറഞ്ഞ് ആകെ വിഷമിക്കുമ്പോഴത്തേക്കും ശങ്കർ ഗൗരീനെ വിളിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫസറിനാകെ വിഷമം വരുവാണ്. എന്നിട്ട് മോളാണോ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഗൗരിയോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഗൗരി പറയുന്നുണ്ട്, അച്ഛാ വിഷമിക്കേണ്ട, ഞാൻ സേഫാണ്. ഇങ്ങനെ ഒത്തിരി നേരം സംസാരിക്കാൻ പറ്റില്ല, അത് കൂടുതൽ അപകടങ്ങളിലോട്ടാവും. കാര്യങ്ങളെല്ലാം ശങ്കർ പറയും എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊഫസറിന് ഒരുപാട് സന്തോഷമാവുകയാണ്. അതിപ്പോൾ ഫോൺ വെച്ച് കഴിയുമ്പോഴത്തേക്കും പ്രൊഫസർ ചോദിക്കുകയാണ്, എന്താ ഇതിനൊക്കെ അർത്ഥം ശങ്കർ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും ശങ്കർ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴത്തെ ഈ അവസ്ഥ മാറുന്നോടം വരെ ഇത് പുറത്താരും അറിയാൻ പാടില്ല. ഗൗരിയുടെ സേഫ്റ്റിക്കും അതാണ് എന്തുകൊണ്ടും നല്ലത്. ആദർശിനെ നമുക്ക് പുറത്തിറക്കണ്ടേ എന്നൊക്കെ പറയുവാണ്. അത് എപ്പോഴേക്കും പ്രൊഫസർ ഇതൊക്കെ സമ്മതിക്കുവാണ് കേട്ടോ. നന്ദിനി അമ്മയോട് പോലും ഇതൊന്നും പറയരുതെന്ന് പറയുവാണ് കേട്ടോ. അതൊക്കെ സമ്മതിക്കുവാണ് പ്രൊഫസർ. എന്നിട്ട് പ്രൊഫസർ അവിടെ നിന്ന് പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ കുഴിത്തെരുപ്പ് വക്കീൽ മഹാദേവനെ കാണാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. എന്നിട്ട് മണിമുത്തശ്ശിയോട് പറയുന്നുണ്ട്, നമ്മുടെ മഹാദേവൻ സാറിൻ്റെ സമയമേ നല്ല ഉഗ്ര സമയമാണെന്ന് പറയുവാണ്. അപ്പോഴേക്കും മഹാദേവൻ പയ്യെ അവിടുന്ന് കയറ്റി വക്കീലിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയണ, താൻ എന്തോടാ പറയുന്നേ? എന്തോട്ട് ട്വിസ്റ്റ് ഉണ്ടായെന്നാ പറഞ്ഞേ? ആ തമ്പീനെ പോലീസ് പൊക്കിയോ എന്നൊക്കെ ചോദിക്കും. പറയാണ്, അതല്ലേ സാറിൻ്റെ സമയം നല്ല സൂപ്പർ സമയം എന്ന് പറഞ്ഞ് നമ്മുടെ കയറ്റി വക്കീൽ പറയുവാണ്. ഗൗരീനെ അന്ന് കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വന്നില്ലേ, ആ വന്നതിൻ്റെ അകത്ത് ഒരുത്തവനുണ്ടായിരുന്നു, ഷാൻ എന്ന് പറഞ്ഞ്. അവൻ്റെ പുറകെ ഇപ്പോൾ പോലീസുകാർ. എന്തായാലും തമ്പീനെ വിട്ടു എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ പറയുകയാണ്, ഷാനോ? ഏത് ഷാൻ? ആ ധ്രുവനില്ലേ, അവൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനായി ഷാൻ. പണ്ട് ഗൗരി ധ്രുവനെതിരെ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ഇപ്പം ഗൗരിയുടെ ഈ മിസ്സിങ്ങിന് പിന്നിൽ ധ്രുവനാന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് എന്തായാലും മഹാദേവൻ സാറിന് അത് ഉപകാരമായി എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന മഹാദേവന് ഭയങ്കര സന്തോഷമാവുകയാണ്. എന്നിട്ട് മഹാദേവൻ പറയാണ്, അതെന്തായാലും കൊള്ളാം. ആ തുമ്പിയില്ലേ, ആ തമ്പി, അവൻ്റെ പുറകെ പോലീസ് എത്തുന്നോടം വരെ തൽക്കാലം ധ്രുവൻ്റെ പുറകെ ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പോഴത്തേക്കും എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും എന്ന് പറഞ്ഞ് മഹാദേവൻ അവിടെ നിന്ന് സന്തോഷിക്കുവാണ് കേട്ടോ. അതേ സമയത്ത് ധ്രുവൻ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്, എനിക്കായിട്ട് അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഞാനും വേണമായിരുന്നു അവളെ ഓരോന്ന് അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു പോയല്ലോ എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കും ഷാൻ അങ്ങ് വരുവാണ് കേട്ടോ. ഷാൻ വന്നിട്ട് പറയുവാണ്, പോലീസുകാർ ഒരു സൈഡിൽ അന്വേഷിക്കുന്നു, മറ്റൊരു സൈഡിൽ ശങ്കർ ഭായി. നമ്മൾ പെട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പം ധ്രുവൻ പറയാം, നമ്മളെന്തിനാണ് പേടിക്കുന്നത്? നമ്മൾ അവളെ കിഡ്നാപ്പ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നമുക്കെന്താ എന്ന് പറയുമ്പോഴത്തേക്കും ഷാൻ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല. പോലീസുകാർക്ക് നമുക്കെതിരെ എന്തോ തെളിവ് കിട്ടിയിട്ടുണ്ട്, ആരോ നമ്മളെ ഒറ്റുന്നുണ്ട് എന്ന് പറയുവാണ് കേട്ടോ. ഇത് കേൾക്കുന്ന ധ്രുവൻ ആകെ പേടിച്ച് നവീനെ വിളിക്കുവാണ്. പക്ഷെ നവീനെ വിളിച്ചിട്ടൊന്നും ഫോൺ കിട്ടുന്നില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് തമ്പീനെയാണ് കേട്ടോ. തമ്പിയോട് കൂടെയുള്ള ഗുണ്ടകൾ പറയുകയാണ്, അണ്ണനൊരു മാസ് ഗുണ്ടയല്ലേ, ഇതിപ്പോൾ അണ്ണനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, രണ്ടെണ്ണം പറയണ്ണ എന്ന് പറഞ്ഞ് അണ്ണൻ ആ ലൈറ്റിലോട്ട് നോക്കി, ട്യൂബ് ലൈറ്റിലോട്ട് നോക്കിയിരുന്ന് വെല്ലുവിളിക്കുവാണ് കേട്ടോ. കുറേ നേരം വെല്ലുവിളി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു സ്റ്റണ്ടാണ് കാണിക്കുന്നത്. പക്ഷെ അടിക്കുന്ന ആരാന്ന് കാണിക്കുന്നില്ല. അങ്ങനെ തമ്പീനെയും കൂട്ടരെയും എല്ലാം അടിച്ച് താഴെ ഇടുവാണ് കേട്ടോ. അപ്പോൾ തമ്പി പയ്യെ പറയുന്നുണ്ട്, നീയൊക്കെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോടാ ഓരോ ഐഡിയയും പറഞ്ഞു തരുന്നേ? വായുപുത്രനാണോ വന്ന് അടിച്ചിട്ട് പോയത്? നിലത്ത് നിർത്തിയിട്ടില്ലല്ലോ അവൻ എന്ന് പറയുവാണ്. എന്നിട്ട് അവരാകെ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് തമ്പിയുടെ കൂടെയുള്ളവർ പറയാണ്, ദേ അവിടെ ഫുഡ് ഇരിക്കുന്നു, അത് എന്തോ വിജയ് ഫാനാണെന്നാണ് തോന്നുന്നത്, സ്നേഹമുള്ളവനാ, തല്ലിയാലും ഫുഡൊക്കെ മേടിച്ച് തരുന്നുണ്ടെന്ന് പറഞ്ഞ് അവർ ചെന്ന് നോക്കുമ്പോൾ ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ തമ്പി പറയുന്നുണ്ട്, അടി ഞാൻ കുറേ കൂടുതൽ കൊണ്ടതല്ലേ, അതുകൊണ്ട് 2 ബിരിയാണി ഞാൻ എടുക്കും എന്ന് പറഞ്ഞ് തമ്പി അവിടെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ അവരും അത് സമ്മതിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ജയിലിലെ സീനാണ് കേട്ടോ. ആദർശ് ഇങ്ങനെ ജയിലിൽ നിൽക്കാൻ നേരത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് ആദർശിനോട് പറയാണ്, ഇന്ന് ആദർശ് നിനക്കുള്ള ഫുഡ് എന്ന് പറഞ്ഞൊരു പൊതി കൊടുക്കുവാണ്. അത് ആദർശ് മേടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൂടെയുള്ള ജയിൽ പുള്ളി അപ്പോഴത്തെ പോലീസുകാരനോട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ എനിക്ക് ഫുഡില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും പോലീസുകാരൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് നേരെ പോവുകയാണ് കേട്ടോ. ഇത് കണ്ടിട്ട് ആദർശ് കൂടെയുള്ള ജയിൽ പുള്ളിയോട് പറയുന്നുണ്ട്, എന്നാ ഈ ഫുഡ് നിങ്ങളെടുത്തോ, എനിക്ക് വിശക്കുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തായാലും നിങ്ങൾ കഴിച്ചോ എന്ന് പറയുവാണ്. അപ്പോൾ ആ കൂടെയുള്ള പുള്ളി അത് മേടിച്ച് നിലത്ത് പോയിരുന്ന് പൊതിയൊക്കെ അഴിക്കുവാണ് കേട്ടോ. അഴിച്ചിട്ട് മണത്ത് നോക്കിയിട്ട് പറയുകയാണ്, ആ സാറേ ഇത് സാറിനുള്ള പണിയാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ആദർശനൊന്നും മനസ്സിലാവാത്ത പോലെ നിൽക്കുവാണ് കേട്ടോ. സാറിന് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശൻ നിങ്ങൾ എന്താ പറയുന്നതെന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ പറയാണ്,
എന്തായാലും പോലീസുകാർ പണി തുടങ്ങി. ഇതിൻ്റെ അകത്ത് എന്തോ ചേർത്തിട്ടുണ്ട്. അത് സാറിന് എതിരെയുള്ള പണിയാണെന്ന് 100% ഉറപ്പാണ്. ഞാൻ പല ക്രിമിനൽ കേസിലെയും പ്രതിയാണ്. എനിക്കിതൊക്കെ അറിയാം. പോലീസുകാരുടെ മനോഭാവവും മനസ്ഥിതിയും പെരുമാറ്റമൊക്കെ കണ്ടാൽ എനിക്ക് നല്ലപോലെ കാര്യങ്ങളും മനസ്സിലാവുമെന്ന് പറയുവാണ് കേട്ടോ. ഇത് കേട്ട് ആകെ അന്തം വിട്ട് നിൽക്കുന്ന ആദർശിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.